പൂതന യഥാർത്ഥത്തിൽ ആരായിരുന്നു? ഒരു രാക്ഷസിയായിരുന്നുവെങ്കിലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മാതൃസ്നേഹമുണ്ടായിരുന്നു. മുൻജന്മത്തിൽ പൂതന മഹാബലിയുടെ പുത്രിയായ രത്നമാലയായിരുന്നു. അന്ന് അവതാരോദ്ദേശത്തിനായി മഹാവിഷ്ണു വാമനാവതാരം പൂണ്ട് മഹാബലിക്ക് അരികിലെത്തിയപ്പോൾ സുന്ദരനായ ആ ബാലകനെ കണ്ട് രത്നമാലയുടെ മനസ്സിൽ അളവില്ലാത്ത വാത്സല്യമുണ്ടായി. ഇതുപോലൊരു ബാലകനെ മടിയിലിരുത്തി പാലൂട്ടണമെന്ന് അവൾ ആഗ്രഹിച്ചു. രത്നമാലയുടെ മനസ്സിലെ ഈ ആഗ്രഹം മനസ്സിലാക്കിയ മഹാവിഷ്ണു അവളെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു. ശ്രീകൃഷ്ണാവതാരത്തിൽ അവളുടെ ആ ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുക്കുകയായിരുന്നു. ഇങ്ങനെയൊരു പൂർവ്വജന്മം ഉള്ളതുകൊണ്ട് തന്നെ പൂതനയ്ക്ക് കണ്ണനെ ആദ്യമായി കണ്ടപ്പോഴും പാലൂട്ടിയപ്പോഴും നിമിഷ നേരത്തേക്കെങ്കിലും അവളുടെ മനസ്സിൽ ഒരു വാത്സല്യ ഭാവമുണ്ടായി. നിമിഷ നേരത്തേക്ക് രാക്ഷസിയാണെന്നുള്ള കാര്യം മറന്ന് അവളിൽ മാതൃസ്നേഹവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അവൾക്ക് ഭഗവാൻ ആ രാക്ഷസ ജന്മത്തിൽ നിന്നും മോക്ഷം കൊടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പൂതനയുടെ കഥ ഭാഗവതത്തിലാണെങ്കിലും മറ്റു പുസ്തകങ്ങളിലാണെങ്കിലും പൂതന വധം എന്ന് പറയാതെ പൂതന മോക്ഷം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. പൂതനയുടെ ചിതയിൽ നിന്നും ചന്ദനത്തിൻ്റെ സുഗന്ധമാണ് ഉണ്ടായത്. എല്ലാം കൊണ്ടും ശ്രീകൃഷ്ണ അവതാരകഥയിൽ രാക്ഷസിയായിരുന്നെങ്കിലും പൂതനയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമാണുള്ളത്.